പേര് സിജു എന്നാണ്. ഞാൻ ഇടക്കൊച്ചിയിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു എക്സ് സർവീസ്മാനാണ്. ഞാൻ നേവിയിൽ നിന്ന് ജോലി പോന്നിട്ട് കഴിഞ്ഞ് കുറേ സ്ഥലത്ത് ജോലിക്ക് അപ്ലൈ ചെയ്തു. ഒരു സ്ഥലത്തും ജോലി ശരിയായില്ല. അപ്പോൾ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് രണ്ട് കാര്യവും പറഞ്ഞു. ഒന്ന്, എനിക്കൊരു ജോലിയും പിന്നെ എൻ്റെ വൈഫിൻ്റെ തൈറോയ്ഡ് മാറാനും. അത് കഴിഞ്ഞ് ഞാൻ ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ദുബായിൽ, ഓസ്ട്രേലിയയിൽ, അങ്ങനെ നൈജീരിയയിലൊക്കെ ജോലി എൻ്റെ കൂട്ടുകാർ ഓഫർ ചെയ്തിട്ടുണ്ട് അച്ഛാ, ഇത് വല്ലതും ഇത് വന്നു. അച്ഛൻ മെസ്സേജ് എടുത്തിട്ട് അച്ഛൻ പറഞ്ഞു, ഈ ഒരു സ്ഥലത്തും നീ ജോലിക്ക് പോവില്ല, മെസ്സേജിൽ കാണുന്നത് നീ എക്സ് സർവീസ്മാൻ്റെ ഒരു ജോലി ചെയ്യുമെന്നാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പത്രത്തിൽ വന്നു, ഖത്തറിൽ എക്സ് സർവീസ്മാനെ എടുക്കേണ്ടെന്ന്, എക്സ് നേവിക്കാരെ എടുക്കേണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഞാൻ ഖത്തറിൻ്റെ ഇൻ്റർവ്യൂവിന് പോയി. പക്ഷേ ആദ്യത്തെ ഇൻ്റർവ്യൂ ക്ലിയറായി, ടെസ്റ്റിൽ ഞാൻ തോറ്റു. അപ്പോൾ അവർ എന്നെ എടുത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ കൊച്ചിയിൽ ഖത്തർ നേവിയുടെ ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാൻ അച്ഛനെ വന്ന് കാണാൻ വേണ്ടി ഒരു അനുഗ്രഹം മേടിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി വന്നപ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് പറയണ്ടായിരുന്നു, ഈ നിരന്തരമായിട്ടും ഒരു വീട്ടിൽ കറി വെക്കുന്നതിൻ്റെ പേരും പറഞ്ഞ് ഭർത്താവ് എപ്പോഴും പ്രശ്നമുണ്ടാക്കും. അപ്പോൾ ആ ചേച്ചി പത്രം കീറി അതിനകത്ത് ഇട്ട് അത് അന്ന് മുതൽ പിന്നെ ഒരിക്കലും വീട്ടിലൊരു പ്രശ്നം ഉണ്ടായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് പിന്നെ അച്ഛൻ വന്നു എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ കണ്ട അയാൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, നീ മാറി നിൽക്കുന്നു പറഞ്ഞു. കുറച്ചു നേരം മാറി നിന്ന് ഞാൻ വിഷമത്തോടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫയൽ തുറന്നപ്പോൾ അതിൽ കൃപാസനത്തിലെ പത്രം ഉണ്ടായിരുന്നു. ആ പത്രത്തിൻ്റെ ഈ വശം ഞാൻ കീറി ഞാൻ വായിലേക്ക് ഇട്ട് ചവച്ച് തിന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ അടുത്ത് ഒരു ചോദ്യമോ ഒന്നും ചെയ്തില്ല. ഞാൻ എക്സാം എഴുതി, എക്സാമിൻ്റെ റിസൾട്ട് വന്ന മുമ്പ് അവർ പറഞ്ഞു കോൺട്രാക്ട് ലെറ്റർ തന്നു. അത് കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഷോർട്ട് ലിസ്റ്റായി. ഞാൻ കേരളത്തിൽ നിന്ന് ഞാൻ ഒരാൾ മാത്രമേ അതിൽ സെലക്ട് ആയുള്ളൂ. അങ്ങനെ എനിക്ക് ഈ വലിയ അനുഗ്രഹവും പിന്നെ എൻ്റെ വൈഫിൻ്റെ തൈറോയ്ഡ് മാറ്റി തന്നതിന് മാതാവിനും യേശുവിനും 1000 നന്ദി.